ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ള ടെലിവിഷൻ റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. 2006-ൽ ഹിന്ദി ഭാഷയിൽ ആദ്യമായി ആരംഭിച്ച ബിഗ് ബോസ് ഇന്ന് വിവിധ ഇന്ത്യൻ ഭാഷകളിലായി അനവധി സീസണുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ബിഗ് ബോസ് ഹിന്ദി 19ാം സീസണാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെങ്കിൽ മലയാളത്തിൽ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് 7ാം സീസണാണ്. 7 ഇന്ത്യൻ ഭാഷകളിൽ ബിഗ് ബോസ് നടന്നിട്ടുണ്ടെങ്കിലും ബംഗ്ലാ ബിഗ് ബോസ് 2 സീസണിന് ശേഷം 2016-ൽ അവസാനിപ്പിച്ചിരുന്നു. നിലവിൽ ഒരേ സമയം ബിഗ് ബോസ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് 5 ഭാഷകളിലാണ്. ഇതിൽ എന്തിനാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് എന്നതിന്റെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ. ബിഗ് ബോസ് നിർമ്മാതാക്കളായ എൻഡമോൾ ഷൈൻ ഇന്ത്യയാണ് വിവിധ ഭാഷകളിലെ ബിഗ് ബോസിന്റെ റേറ്റിംഗ് ക്രോഡീകരിച്ച് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതനുസരിച്ച് മിക്കവരും കരുതുന്നത് പോലെ സൽമാൻ ഖാൻ അവതാരകനാവുന്ന ഹിന്ദി ബിഗ് ബോസിനല്ല ഏറ്റവും കൂടുതൽ റേറ്റിംഗ്. മറിച്ച് മോഹൻലാൽ അവതാരകരാവുന്ന മലയാളം ബിഗ് ബോസ് ആണ് റേറ്റിംഗിൽ ഒന്നാമത്. ഹിന്ദിക്കൊപ്പം തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷാ പതിപ്പുകളെ മറികടന്നാണ് ബിഗ് ബോസ് മലയാളം വമ്പൻ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. കണക്കുകൾ അനുസരിച്ച് ഹിന്ദി ബിഗ് ബോസിനാണ് ഏറ്റവും കുറവ് TVR. 1ാം സ്ഥാനത്തുള്ള മലയാളത്തിന്റെ റേറ്റിംഗ് 12.1 ആണ്. തെലുങ്ക്, കന്നഡ പതിപ്പുകൾക്കും 10ന് മുകളിൽ റേറ്റിംഗ് ഉണ്ട്. തെലുങ്ക് പതിപ്പിന്റെ റേറ്റിംഗ് 11.1, കന്നഡയുടേത് 10.9 എന്നിങ്ങനെയാണ് കണക്കുകൾ. വിജയ് സേതുപതി നിലവിൽ അവതാരകനായുള്ള തമിഴ് ബിഗ് ബോസിന്റെ റേറ്റിംഗ് 5.61 ആണ്. ടാർഗറ്റ് ഓഡിയൻസിലെ എത്ര ശതമാനം ഒരു നിശ്ചിത സമയത്ത് ഒരു ടെലിവിഷൻ ചാനലോ അതല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട പരിപാടിയോ കാണുന്നു എന്ന കണക്കാണ് TVR. കാണാൻ സാധ്യതയുള്ള പ്രേക്ഷകരിൽ എത്ര പേർ ഷോ കണ്ടുവെന്ന് അണിയറക്കാർ അറിയുന്നതിനുള്ള കണക്കാണിത്. ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ ഒരു പരിപാടിയുടെ ജനപ്രീതിയും പരസ്യ മൂല്യവും അളക്കുന്നത് ഈ റേറ്റിംഗിലൂടെയാണ്.